പായസം. ഉണ്ടോ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടോ? അപ്പൊ ഓക്കെ, ഹാപ്പി ആണോ? ആൾക്കാരുണ്ടാവും, എന്നെ പോലുള്ളവർ വയ്യാത്തവരുണ്ട്. അങ്ങോട്ടാ പോണോ? ശരി. இருக்கிறவங்களுக்கெல்லாம் கொண்டு கொடு. பச்சனம் கிடைக்கல, இன்னைக்கு கடை இல்லை. அதை வந்து கொடுத்து அதே நெல்ல சோகமா இருப்போம் என் பொண்ணு சாமி தெய்வத்துக்கு பராத்திக்கிறேன். ഓക്കെ അമ്മ, താങ്ക് യു. ചോറ്, പായസം, വെള്ളം അവിടെ വണ്ടിയിലുണ്ട്. അപ്പൊ നമുക്കിത് വേഗം പോയി കൊടുത്തിട്ട് വന്നാലോ? ആയോ? അങ്ങനെ ദേ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വാഴയില കിട്ടിയില്ല. നമ്മൾ കുറേ അന്വേഷിച്ചു വാഴയില കിട്ടാനായിട്ട്, പക്ഷെ കിട്ടിയില്ല വാഴയില. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പായസമൊക്കെ ദേ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പായസം, കറികളൊക്കെ ദേ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദേ കണ്ട എല്ലാ കറികളും ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കറികളുണ്ട്. ഇത് പപ്പടമാണ്, നേരത്തെ പറഞ്ഞ പോലെ പപ്പടം. അപ്പോൾ അവിടെ സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കായ വറുത്തതും ശർക്കര വരട്ടിയും ഇതേപോലെ തന്നെ ഒരു ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കറികളും ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എല്ലാത്തിൽ നിന്നും കുറച്ചീശെ എടുത്തിരുന്നുണ്ട്. കുറച്ചീശെ മീൻസ് നമ്മളൊരു സദ്യ കഴിക്കുമ്പോൾ നമുക്ക് എന്തോരം വിളമ്പിത്തരും അത്രയും അളവിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊണ്ടാട്ടം വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അവിയലാണ് കേട്ടോ വയ്ക്കാൻ പോണം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്താ വയ്ക്കാനുള്ള ചേട്ടാ? ഇല്ലേ ചേട്ടൻ പൊതിയാണ് കേട്ടോ. ഇപ്പം നമ്മളിതിൽ രസം വെക്കണം, മോര് വെള്ളം വെക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഇപ്പം 11:15 ഇപ്പോൾ സമയം. അപ്പോൾ ദേ പപ്പടം, അതുപോലെ സാമ്പാർ, പിന്നെ ശർക്കര വരട്ടി, കായ വറുത്തത്, അതൊക്കെ ദേ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക, എല്ലാവരും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിതൊരു ശീലമില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പൊതിയൽ അത്ര ഫിനിഷിങ്ങിലൊന്നുമില്ല. എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, പിന്നെ നമുക്കധികം സമയമില്ല, പെട്ടെന്ന് ഇത് എത്തിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് വേഗം വേഗം ചേട്ടൻ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഞങ്ങള് ഈ സമയത്ത് പോണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാരും കൂടി അങ്ങോട്ട് ഓടി എത്തിയില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 2-3 കോൾ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് സമയമൊക്കെ പോയി. ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ അധികം ഒന്നും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണ്ടല്ലോ. ഇപ്പം എല്ലാവരും കണ്ടില്ലേ, അതേ കറികൾ ഇരിക്കണ കണ്ടില്ലേ, പായസം, ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മളിതൊക്കെ എല്ലാവരും പൊതി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചിരാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പൊതിച്ചോറ് ഇത്രയും നമ്മൾ പൊതിഞ്ഞിട്ടോ. ഒരു 13 പൊതിഞ്ഞു. ബാലൻസ് ഉള്ളത് നമ്മൾ പൊതിയണം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കറികൾ വെച്ചേക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ കേട്ടോ. നമ്മൾ കായ വറുത്തത്, ശർക്കര വരട്ടിയാണ് ഇതിലിരിക്കുന്നത് സാമ്പാറാണ്. നമ്മൾ പൊതിയുന്ന രീതി ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. കറികളെല്ലാം വെച്ചു. ഇനി ചേട്ടൻ അത് കവറ് ഒന്ന് പൊതിഞ്ഞെടുക്കും. ഒന്ന് പൊതിഞ്ഞ വേഗം. ഇതുപോലെ കവറിൽ ചോറ് പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെയാട്ടോ നമ്മൾ ഈ പപ്പടവും കായ വറുത്തതും ശർക്കര വരട്ടിയും പിന്നെ സാമ്പാറും വെക്കുന്നത്. എന്നിട്ടാണ് നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും പൊതിയട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ പൊതിച്ചോറാണ് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 30ാമത്തെ പൊതിച്ചോറ് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പപ്പടം നമ്മൾ 31 ആക്കിയിട്ടുണ്ടായിരുന്നു. ശർക്കര വരട്ടി കായ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരെണ്ണം ഞാനെടുത്തു.
പപ്പടം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ 30 പൊതിച്ചോറ് നമ്മൾ പാക്ക് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എല്ലാ കറികളും നോക്കിയേ, കണ്ട എല്ലാനും തികഞ്ഞു. നമ്മുടെ പായസം കറക്റ്റ് അളവായിരുന്നു. പായസം അതുപോലെ തന്നെ സാമ്പാറും ഇത് രണ്ടും കറക്റ്റ് അളവായിരുന്നു കേട്ടോ. എങ്ങനെ ഇത് പറ്റിയെന്ന് എനിക്കെന്നെ അറിയില്ല. കറക്റ്റ് അളവിലാണ് വന്നത്. ബാക്കി എല്ലാ ഐറ്റംസ് ഇതേ അച്ചിങ്ങയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഇതേ കുറച്ചുള്ളൂ, വളരെ കുറച്ച്. ബാക്കി എല്ലാനും തീർന്നു കേട്ടോ. എനിക്ക് ടെൻഷനായിരുന്നു, തികയായിക വരുമോ അതോ എങ്ങനെയാണ്. കൂടുതലായാലും നമുക്ക് കുഴപ്പമില്ല, തികയായിക വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരരുതെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് എല്ലാവരും നല്ല രീതിയിൽ നടന്നു. ഇല്ലേ ചേട്ടാ? കൈകളിലെത്താം, അതാണ് ഞങ്ങൾക്ക് അടുത്ത ടാസ്ക്. അതുകൂടി ഭംഗിയാക്കി തരണം കേട്ടോ. ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നിർത്താനാണ് കാരണം സമയം ഇപ്പം 12:15. വേഗം ഇത് കൊണ്ടുപോയി കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഒരു പൊതി മാത്രമേ കുറവുള്ളൂ. അതാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതും വെച്ചു. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഓരോന്നായിട്ടതേ ഈ ഒരു ബോക്സിലേക്കാണ് കേട്ടോ വയ്ക്കുന്നത്. എത്ര എണ്ണം അതിൽ കൊള്ളുമെന്ന് അറിയില്ല. ബാക്കി നമുക്ക് കവറിൽ വെക്കാം. എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ മിഷൻ സക്സസ്. ഇനി എല്ലാവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. നമുക്ക് പോവാം. നമ്മൾ പോവാട്ടോ. എല്ലാം റെഡിയായി. ചോറ്, പായസം, വെള്ളം അവിടെ വണ്ടിയുമുണ്ട്. അപ്പോൾ നമുക്കിത് വേഗം പോയി കൊടുത്തിട്ട് വന്നാലോ? ആയോ? വെള്ളം ഉണ്ടോ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടോ? അപ്പൊ ഓക്കെ, ഹാപ്പി ആണോ? തോണ ആൾക്കാരുണ്ടാവും, എന്നെ പോലുള്ളവർ വയ്യാത്തവരുണ്ട്. അങ്ങോട്ടാ പോണോ? ശരി ശരി. കഴിച്ചിട്ടില്ല. കൊടുത്തിട്ട് കഴിക്കാൻ കഴിക്കാം. നമ്മളൊരു സന്തോഷത്തിനാണ് ചെയ്യുന്നത്. ഒരു ഓണം. ചേട്ടൻ ഹാപ്പി അല്ലേ? ഓക്കെ, ഹാപ്പി ആണോ? பச்சனம் கொடுத்தல மதி ஓகே. மாவனும் எல்லாம் பச்சனம் கொடுக்குறவங்கலாம் இதை போல பிடிப்பாங்க. பிடிச்சிக்க சாமி அப்படிம்போம். ஓகே. போயிட்டு அங்காண்டு இருக்கிறவங்களுக்கெல்லாம் கொண்டு கொடு. பச்சனம் கிடைக்கல, இன்னைக்கு கடை இல்லை. அதை வந்து கொடுத்து அதே நெல்ல சோகமா இருப்பேன். போயிட்டு சாமி தெய்வத்துக்கு பராத்திக்கிறேன். ഓക്കെ അമ്മ, താങ്ക് യു. ദേ കണ്ട എല്ലാനും കാലിയായി. കവറ് വരെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. നമ്മൾ കൊണ്ടുപോയി കവറ് വരെ വാങ്ങിച്ചു. എല്ലാനും കാലിയായി, ഒക്കെ തീർന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ വിചാരിച്ചത് നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിക്കോ കഴിക്കോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. പക്ഷെ ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. ചേട്ടൻ പറഞ്ഞു വാങ്ങിക്കോ, പിന്നെ തിരുവോണമായിട്ടും ഫുഡ് കഴിക്കാനില്ലാത്ത എത്രയോ പേരുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ പോയി അതേ സ്പീഡിൽ ഞങ്ങൾ തിരിച്ചത് വീട്ടിൽ വന്നു കേട്ടോ. അത്രയ്ക്കും എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് അവിടെ ഇരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വീഡിയോ എടുത്തില്ല. കാരണം വീഡിയോ എന്നത് അത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് പേര് അവരെടുത്തോ എന്ന് പറഞ്ഞവരുടെ വീഡിയോ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അല്ലാത്ത ആരുടെയും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. എല്ലാവർക്കും ഫുഡ് കൊടുത്തു, തികഞ്ഞില്ല. അതാണ് പറ്റിപ്പോയത്. കുറേ പേരുണ്ട് കേട്ടോ, ഇനിയുണ്ട് ഇഷ്ടം പോലെ പേര് അവിടെ ഫുഡ് കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുപോയ ഫുഡ് മുഴുവനും തീർന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ ഇനി എന്തെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ
എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. അച്ചൂസ് വ്ലോഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് വ്യൂസായി ഞങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നു. അതിൻ്റെ ആ ഒരു സന്തോഷം. അപ്പം ഞങ്ങൾ പോയി വന്ന് ബാക്കിയുള്ള കുറച്ച് ഫുഡ് ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. എല്ലാം വിചാരിച്ചതിനേക്കാളും ഭംഗിയായി നടന്നു. പാത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കഴിക്കേണ്ട, കാരണം ഞങ്ങൾ ഒന്നും കഴിക്കേണ്ടാണ് പോയത്. ആകെ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങള് വിശന്ന് ഇരിക്കുകയായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു വെള്ളം പോലും കുടിക്കാനാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇപ്പത്തെ നേരെ പിടിച്ചു നിന്നത്. അത് ഞങ്ങള് കഴിക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെ കഴിച്ചിട്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായി. വീഡിയോ അല്ല, ഞങ്ങൾ ചെയ്ത കാര്യം. കാരണം അവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാണ്ട് ഇനിയും ഉണ്ട് ആളുകൾ. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യണതിനൊരു പരിധിയുണ്ട്. കാരണം ഞങ്ങൾക്കൊരു ബൈക്കായിരുന്നു. ഞങ്ങൾ പോയത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇത്തിരി റിസ്ക് ആയിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഇത്രയും ഫുഡ് തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഷ്ടപ്പെട്ട്. ഒരു വലിയ ബോക്സ് ഫ്രണ്ടിൽ വെച്ച്, രണ്ട് വലിയ ഇത് ബാക്കിൽ വെച്ച്, വെള്ളം സൈഡിൽ തൂക്കിയിട്ട് ഓവർലോഡ് ആയിരുന്നു. കാരണം റിസ്ക് ആണ്. നമ്മൾ വാഹനത്തിൽ അങ്ങനെ പോകാൻ പാടില്ല, ശരിയാണ്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് കളിച്ച് കിട്ടുന്നില്ല. സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സപ്പോർട്ട് ചെയ്യുക. എല്ലാം കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ടുണ്ട്. എല്ലാം നല്ലോണം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ അതുപോലെ സന്തോഷം. പിന്നെ ഇന്ന് ഫുഡ് കൊടുത്തതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കുപ്പി കൊടുത്തതും പായസം കൊടുത്തതും അതെല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെല്ലാവരും പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ അധികം ആരുടെയും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു രണ്ടൊന്നും വരില്ല. സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതമാണെന്ന് പറഞ്ഞവരുടെ മാത്രം. പിന്നെ എല്ലാവരുടെയും വീഡിയോ എടുക്കാനും നിന്നില്ല, കാരണം അത് വേണ്ട, ആവശ്യമില്ലാന്ന് തോന്നി. എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും വീഡിയോ എടുക്കണ അത്ര നല്ലതെന്ന് തോന്നിയോടെ ഞങ്ങൾ എടുത്തില്ല. പായസമൊക്കെ തീർന്നു, എല്ലാം കറക്റ്റ് ആയിരുന്നു. ആകെ ചോറ് മാത്രമാണ് കുറച്ച് കൂടുതലുള്ളത്. ബാക്കിയൊക്കെ ഒരു ഏകദേശം പക്കായിരുന്നു. അപ്പൊ ബാക്കി എല്ലാരും പായസമൊക്കെ വടിച്ചെടുത്താണ് ഉണ്ടായിരുന്നത്. കറക്റ്റ് ആയിരുന്നു. ഒരളവോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ എല്ലാവരും ദൈവാനുഗ്രഹം കൊണ്ട് ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് അച്ചൂസ് വ്ലോഗിന്റെ വക ഹാപ്പി ഓണം വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബൈ.